എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം ഓക്കെ, എനിക്ക് മാതാവിനെ കൈവിടാൻ പറ്റില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പിൽ, എല്ലാവരും ചവിട്ടിപ്പോകുന്ന സ്റ്റെപ്പിൽ ഞാൻ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വിശുദ്ധമായതാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് വിശുദ്ധമായി ചെയ്യേണ്ടതാണ്, നീ എൻ്റെ പ്രാർത്ഥനയും മനസ്സും മാത്രമേ കാണാവൂ, എൻ്റെ മനസ്സും പ്രാർത്ഥനയും നീ കേൾക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു പേപ്പറുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ പേപ്പർ എൻ്റെ കയ്യിൽ തരികയാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വിസ അവിടെ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിലാണ്. അവിടെ ഉള്ളവരോടൊക്കെ കൃപാസന മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ബസ്സിൽ ഒരാൾ ഇരുന്നാൽ പോലും എനിക്ക് പ്രത്യേക കാരണമൊന്നും വേണ്ട, ഞാൻ സംസാരിക്കും. ഞാൻ ആരോട് എവിടെ വേണേലും സംസാരിക്കുമ്പോൾ എൻ്റെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത് കൃപാസന മാതാവിലാണ്. ഞാൻ ഒരു നാണവും ഇല്ലാതെ പറയും. എൻ്റെ അമ്മ പറയും, നീ എന്താ ഇങ്ങനെ ബലബലാന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെ കണ്ടാലും എന്ത് കണ്ടാലും ആര് കരഞ്ഞാലും ഞാൻ ആദ്യം പറയുന്നത് മാതാവ് രക്ഷിക്കും, കൃപാസന മാതാവ് രക്ഷിക്കും. മാതാവ് മനസ്സറിഞ്ഞ് നമ്മൾ വിളിച്ചാൽ ഇറങ്ങി വരും. ഒരു പൊട്ടീനെ പോലും നമ്മൾ വിശ്വസിച്ചാൽ മതി, ഒരു സംശയമില്ലാതെ വിശ്വസിച്ചാൽ മതി, മാതാവ് നമ്മളുടെ ഇറങ്ങി വരും. ആൻറ്റി ഞങ്ങളെ വിട്ട് പോയി. ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് മാർച്ച് 3 ഞാനൊരു സാക്ഷ്യം കേട്ടു. യൂട്യൂബ് സാക്ഷിയാണ്. ആ സാക്ഷ്യത്തിൽ ഒരു ചേട്ടായി പറയുകയാണ്, ആ ചേട്ടായി 2 അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇമെയിൽസ് ഓരോ ഡേറ്റ് വെച്ച് വരണമെന്ന് മാതാവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അത് വരികയും ചെയ്തു. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ നോക്കി പറഞ്ഞപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തീരുമാനങ്ങളൊന്നും ഇല്ലാത്തതല്ലേ, നമ്മളെ മാത്രമേ ഉള്ളൂ ഈ കൺസിഡറേഷൻ ഒന്നും ഇല്ലാത്ത. ഞാൻ കരഞ്ഞു, ഞാൻ തിരിച്ചുപോയി, ഞാൻ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. 12:28 എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ വിസയാണ് വന്നത്. മാതാവ് ഈശോയെ ചേർത്ത് പിടിച്ച് ഇറങ്ങിച്ചെന്ന് എനിക്ക് അടിച്ചു തന്ന വിസയാണ്. കാരണം ഇപ്പം ആ MOH റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നത് 2025 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുടെ പ്രോസസ്സിംഗ് ആണ്. 24 അറ്റൻഡ് ചെയ്ത എൻ്റെ പ്രോസസ്സിങ്ങും അവരുടെ കൂടെ നടക്കുകയാണ്. മാതാവ് ഇറങ്ങിച്ചെന്ന് എനിക്ക് വിസ വാങ്ങിച്ചു തന്നെ. എല്ലാവരും ചോദിക്കാറുണ്ട് വിസ വന്നോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാതാവിനെ ശല്യം ചെയ്തിട്ട് മാതാവ് ഇറങ്ങിച്ചെന്ന് എനിക്ക് വിസ അടിച്ച് തന്നതാണെന്ന്. എന്നിട്ട് ഞാനാണെങ്കിൽ മെഡിക്കൽ എടുത്തപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ അൺഫിറ്റാണ്. എൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ, കുവൈറ്റിന് ചെസ്റ്റ് എക്സ്റേ ഭയങ്കര പ്രശ്നമാണ്. ഒരു ചെറിയ ഡോട്ട് ഉണ്ടെങ്കിലും നമ്മൾ അൺഫിറ്റാവും. ചെസ്റ്റ് എക്സ്റേയിൽ പ്രശ്നമാണ്. അപ്പം ഞാൻ അന്നേരം അവിടെ ഇരുന്ന് തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാൻ തള്ളിപ്പറയത്തില്ല, ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ കരയത്തില്ല, എന്നെ പ്രത്യക്ഷകരണ സാക്ഷിയാക്കണം, എനിക്ക് അവിടെ പോയി വിളിച്ച് പറയണം, എൻ്റെ മാതാവ് 2ാമത്തെ മെഡിക്കലിന് എൻ്റെ കൂടെ ഇറങ്ങി വന്നെന്ന് എനിക്ക് പറയണം. എൻ്റെ വീട്ടുകാരൊക്കെ വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ, എൻ്റെ മാതാവ് 2ാമത്തെ ഇതിന് എൻ്റെ കൂടെ ഇറങ്ങി വരും, പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ മാതാവിനോട് ഡേറ്റ് ചോദിച്ചു. മാതാവ് എന്നോട് മാർച്ച് 17 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 3 മെഡിക്കൽ സെൻറ്ററിൽ ഒരെണ്ണം എനിക്ക് മാതാവ് അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. ഞാൻ ആ അപ്പോയിൻമെൻറ്റ് പേപ്പറിൽ ഉടമ്പടി ഉപ്പ് 4 സൈഡിലും ഇട്ട്